പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞ് 142 മണ്ഡലങ്ങളിലേക്കാണ് സമ്മതിദായകർ ഇന്ന് പോളിംഗ് ബൂത്തിലെത്തുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ ഭവാനിപൂരിൽ നിന്ന് ജനവിധി തേടുന്നു. പ്രചാരണ കാലത്ത് കണ്ട അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വോട്ടെടുപ്പ് കനത്ത സുരക്ഷയിലാണ് നടക്കുന്നതെന്ന് കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ശ്രീനാഥ് ചന്ദ്രൻ, കൂടുതൽ വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ ഉള്ളത് കൊൽക്കത്തയ്ക്കടുത്ത് മഹേഷ് തല എന്ന ഇടത്താണ്. അവിടെയുള്ളൊരു സ്കൂളിൽ ഇപ്പോഴത്തെ പോളിംഗ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ മലയാളി വോട്ടർമാർ കുറച്ചധികമുള്ള ഒരു മേഖല എന്നതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ ഒരു പോരാട്ടം രണ്ട് മുന്നണികൾ തമ്മിൽ നടക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിക്കും ഇടയിലാണ് ആ ശക്തമായ പോരാട്ടം. പ്രചാരണ കാലത്ത് അതിന്റെ വീറും വാശിയും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടു. ഒന്നാം ഘട്ട പോളിംഗിൽ അത് ആ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിച്ചു കണ്ടു. 93% പോയി. പ്രചാരണ കാലത്ത് ഏറ്റവും അവസാന ലാപ്പിൽ നടന്ന അക്രമ സംഭവങ്ങൾ ചെറിയൊരു ആശങ്കയ്ക്കൊക്കെ ഇടയാക്കിയിരുന്നു. വലിയ ചില അക്രമ സംഭവങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതൊക്കെ നമുക്കറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ സുരക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2.5 ലക്ഷത്തിലധികം കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40,000 ബൂത്തുകളിൽ 12,000 ബൂത്തുകളെങ്കിലും പ്രശ്നബാധിതമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ അധിക സുരക്ഷയുണ്ട്. കൊൽക്കത്തയിൽ മാത്രം ഏതാണ്ട് 240ഓളം കമ്പനി കേന്ദ്രസേന ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള വലിയ സുരക്ഷാ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന കാര്യം നിസ്സംശയം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും. മലയാളി വോട്ടർമാർ ക്യൂവിലൊക്കെ ഉണ്ട്. അവരോടുകൂടി ഒന്ന് സംസാരിക്കാം. ക്യൂവിൽ നിൽക്കുന്ന ആളോട്. എന്താ പേര്? ശിവശങ്കരൻ. നാട്ടിലെ തളിപ്പറമ്പില്. വർഷങ്ങളായി ഇവിടെയാണോ? ഏകദേശം 30 വർഷത്തോളായി. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാറുണ്ട്? കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പ് ഇവിടെയും കുറെ പേരുണ്ട്. എന്താ പേരെന്താ? രവീന്ദ്രൻ. വർഷങ്ങളെ എവിടെയാണ്? ഞാൻ 40-42 വർഷമായിട്ട് ഇവിടെ ബംഗാളിൽ എത്ര കാലമായി വോട്ട് ചെയ്യുന്നു? ഞാൻ ഇല്ല, ആ സമയത്ത് വന്ന ശേഷം എല്ലാ വോട്ട് ബംഗാളിൽ തന്നെയാണ്. നല്ലൊരു ശക്തമായ ഉണ്ടാവും. എന്റെ പേര് വത്സൻ. ഞാൻ തളിപ്പറമ്പ് പട്ടുവം. വർഷങ്ങളായി ഇവിടെ തന്നെ വോട്ട്? ഇല്ല, ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട് 2.5 വർഷമായല്ലോ. അതിന് തിരിച്ചു വന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം വന്നത് ഇപ്പൊ 2024. മലയാളികൾ സജീവമായിട്ട് ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അതായത് വോട്ട് ചെയ്യാൻ മാത്രമല്ല, ഈ പ്രചാരണത്തിൽ കുറവാണ്. ഹെൽത്ത് ഇഷ്യൂ കാരണം ഇപ്പൊ കുറവുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അതാണ് എസ് കെ എൻ. മലയാളി വോട്ടർമാർ കാര്യമായുള്ള ഒരു മേഖലയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന അത്രയും പേരില്ലെങ്കിലും ഇപ്പോഴും കാര്യമായി വോട്ടർമാരുണ്ട്. CPIഎമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ മലയാളികൾ ഈ മേഖലയിൽ കാര്യമായി ഉണ്ട് എന്നതുകൂടി എനിക്കിവിടെ രാവിലെ വന്നപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഏതായാലും നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ ഭവാനിപൂരിൽ മത്സരിക്കുന്ന മമതാ ബാനർജി, ഒപ്പം എതിരാളിയായി ബി.ജെ.പിയുടെ സുവേന്ദു അധികാരി ആദ്യഘട്ടത്തിൽ മത്സരിച്ചിരുന്നു. നന്ദിഗ്രാമിലാണ്. കഴിഞ്ഞ തവണ മമതയെ നന്ദിഗ്രാമിൽ തോൽപ്പിച്ച് നന്ദിഗ്രാമിൽ നിന്നുള്ള സിറ്റിംഗ് MLA ആണ് സുവേന്ദു അധികാരി. ഇത്തവണ അവിടെയും മത്സരിക്കുന്നത് മാത്രമല്ല, ഇത്തവണ മമതയെ ഭവാനിപൂരിൽ തോൽപ്പിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഭവാനിപൂരിലേക്കും അദ്ദേഹം മത്സരിക്കുന്നത്. അങ്ങനെ 2 മണ്ഡലങ്ങൾ അദ്ദേഹം മത്സരിക്കുന്നു. ഭവാനിപൂരാണ് ഈ രണ്ടാം ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം. എസ് കെ 142 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 2021 കണക്ക് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 123 സീറ്റുകൾ ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു വിജയിച്ചിട്ടുള്ളത്. അതായത് ചുരുക്കത്തിൽ തൃണമൂലിന് വളരെ ശക്തിയുള്ള, അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ മേഖലകളാണ്, കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2021 18 സീറ്റുകളാണ് ഇവിടെ ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പൊതുവെ ബി.ജെ.പിക്ക് മറ്റ് ഒന്നാം ഘട്ടത്തിൽ ശക്തിയുള്ള മേഖലകളായിരുന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അത്രയേറെ ശക്തിയില്ല. അതുകൊണ്ട് ഈ ഘട്ടം അത് പരമാവധി സീറ്റുകൾ വിജയിക്കുക എന്നത് അധികാരം നിലനിർത്താൻ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആവട്ടെ, ഒന്നാം ഘട്ടത്തിൽ പരമാവധി പിടിച്ചു എന്ന് അവർ അവകാശപ്പെടുന്നു. 100 സീറ്റ് ലഭിച്ചു, സെഞ്ചുറി അടിച്ചു എന്നതാണ് അമിത്ഷാ അടക്കമുള്ളവർ പറയുന്നത്. അത് ശരിയാണെങ്കിൽ അവർക്ക് അധികാരത്തിലേക്ക് വരണമെങ്കിൽ തൃണമൂലിന്റെ കോട്ടകൾ തകർക്കേണ്ടതുണ്ട്. ഇവിടെ പരമാവധി സീറ്റുകൾ ബി.ജെ.പിക്കും പിടിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ബംഗാളിൽ ആര് അധികാരത്തിലേക്ക് വരും എന്ന കാര്യം തീരുമാനിക്കുന്ന ഒരു വോട്ടെടുപ്പായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു വോട്ടെടുപ്പാണ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. എസ് കെ എൻ, ഈ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഞാൻ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴൊക്കെ അവിടെ നമുക്ക് താമസിക്കാൻ പോലും ഇടം കിട്ടുമായിരുന്നു. പക്ഷേ ബംഗാളിൽ ഇവിടെ കൊൽക്കത്ത അടക്കമുള്ള മേഖലകളിൽ പുറത്തു നിന്നുള്ള ഒരാൾക്ക് പോലും, ഹോട്ടലുകളിൽ പോലും മുറി ഈ ഘട്ടത്തിൽ നൽകുന്നില്ല. 2-3 ദിവസമായി ഇവിടെ പുറത്തുള്ള ഒരാൾക്ക് പോലും റൂമുകളില്ല. ഈ വോട്ടെടുപ്പ് നടക്കുന്ന ബൂത്തുകളുടെ ഏതാണ്ട് 100 മീറ്റർ പരിധിയിൽ ഒരു ഭക്ഷണശാലയും തുറക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ട്. അങ്ങനെ കടുത്ത നിയന്ത്രണങ്ങൾ, അത് മുൻപൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പറയുമ്പോൾ പോലും പലപ്പോഴൊക്കെ അതിൽ ചില ഇളവുകളൊക്കെ നൽകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ബംഗാളിൽ അങ്ങനെ ഒരു ഇളവും എവിടെയും നൽകിയതായി നമുക്ക് അറിയില്ല. കർശന നിബന്ധനകളോടെ ചട്ടങ്ങൾ നടപ്പാക്കിയാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്.
SKN. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.